ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടും ധീരത കൊണ്ടും എഴുതപ്പെട്ട ചില അധ്യായങ്ങളുണ്ട്. അസാധ്യമെന്ന് ലോകം വിധിയെഴുതിയ, എന്നാൽ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വഴിമാറിയ ചില സംഭവങ്ങൾ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അത്തരമൊരു സംഭവത്തിന്റെ ഓർമ്മകളിലേക്കാണ്. 1976 കൃത്യമായി പറഞ്ഞാൽ 1976 ജൂൺ 27 അതൊരു സാധാരണ ഞായറാഴ്ചയായിരുന്നു. ഏതൻസിൽ നിന്നും പാരീസിലേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുകയായിരുന്നു എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റ് 139. തെല്ലവീവിൽ നിന്ന് യാത്ര തുടങ്ങിയ വിമാനമായിരുന്നു അത്. ഏതൻസിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ഓവറിന് ശേഷം യാത്ര തുടരുന്നു. വിമാനത്തിനുള്ളിൽ 248 യാത്രക്കാരും 12 വിമാന ജീവനക്കാരുമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. അവരിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടും. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനും അവധിക്കാലം ആഘോഷിക്കാനും പുതിയ ജോലികളിൽ പ്രവേശിക്കാനുമൊക്കെയായി യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യർ. തങ്ങളെ കാത്തിരിക്കുന്ന ഭീകരമായ ദിനങ്ങളെക്കുറിച്ച് അവരിൽ ഒരാൾ പോലും ചിന്തിച്ചിരുന്നില്ല. വിമാനം ഏതൻസിൽ നിന്ന് പറന്നുയർന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കാണും. ഉച്ചയ്ക്ക് 12:30. യാത്രക്കാർ ഉച്ചഭക്ഷണത്തിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്നാണ് വിമാനത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ നിന്ന് ഉച്ചത്തിലുള്ള ആക്രോശങ്ങൾ ഉയർന്നു കേട്ടത്. യാത്രക്കാർ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പരിഭ്രാന്തരായി. നിമിഷങ്ങൾക്കകം തോക്കുകളേന്തിയ 4 പേർ കോക്പിറ്റിലേക്ക് ഇരച്ചുകയറി. 2 പുരുഷന്മാരും 2 സ്ത്രീകളും. അവരിൽ 2 പേർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ അല്ലെങ്കിൽ PFPL എന്ന പാലസ്തീൻ തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളായിരുന്നു. മറ്റു 2 പേർ ജർമ്മൻ റവല്യൂഷണറി സെൽസ് എന്ന തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പിലെ അംഗങ്ങളും. വിൽഫ്രഡ് ബോസ്, ബ്രിജിറ്റ് കുൽമാൻ എന്നിവരായിരുന്നു ആ ജർമ്മൻ തീവ്രവാദികൾ. അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: വിമാനം റാഞ്ചുക. കയ്യിൽ നിറതോക്കുകളും ഗ്രനേഡുകളുമായി അവർ കോക്പിറ്റിൽ പ്രവേശിച്ചു. പൈലറ്റായ മൈക്കിൾ ബാക്കോവിനോട് അവർ അലറി: ഞങ്ങൾ വിമാനം നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. എതിർക്കാൻ ശ്രമിച്ചാൽ യാത്രക്കാരെ അടക്കം എല്ലാവരെയും കൊന്നുകളയും. യാത്രക്കാർ പരിഭ്രാന്തരായി. പലരും കരയാൻ തുടങ്ങി. എങ്ങോട്ടാണ് ഈ യാത്രയെന്നോ എന്താണ് ഇവരുടെ ആവശ്യമെന്നോ ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. വിമാനരാഞ്ചികളുടെ നേതാവ് യാത്രക്കാരോട് സംസാരിച്ചു: നിങ്ങളാരും ഭയപ്പെടേണ്ട. ഞങ്ങൾ പുതിയ പലസ്തീനിന്റെ സൈനികരാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ തടവുകാരായിരിക്കും. വിമാനം അതിന്റെ നിശ്ചിത പാതയിൽ നിന്ന് വ്യതിചലിച്ച് മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിലൂടെ തെക്കോട്ട് പറക്കാൻ തുടങ്ങി. ഇവിടേക്കാണ് പോകുന്നതെന്ന് പൈലറ്റിനോ യാത്രക്കാർക്കോ ഒരു സൂചനയും നൽകിയില്ല. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതമായ ആകാശയാത്ര. ഒടുവിൽ ലിബിയയിലെ ബെൻഗാസി വിമാനത്താവളത്തിൽ ആ വിമാനം നിലംതൊട്ടു. ലിബിയൻ ഭരണാധികാരിയായിരുന്ന കേണൽ ഗദ്ദാഫിയുടെ രഹസ്യ പിന്തുണയോടെയായിരുന്നു വിമാനം അവിടെ ഇറക്കിയത്. ഇന്ധനം നിറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ബെൻഗാസിയിൽ 7 മണിക്കൂറോളം വിമാനം പിടിച്ചിട്ടു. ഈ സമയത്ത് ഗർഭിണിയാണെന്ന് അഭിനയിച്ച പട്രീഷ്യ മാർട്ടൽ എന്ന ഒരു ബ്രിട്ടീഷ് യാത്രക്കാരിയെ മോചിപ്പിക്കാൻ റാഞ്ചുകൾ തയ്യാറായി. അതായിരുന്നു ആ വിമാനത്തിൽ നിന്ന് ആദ്യമായി മോചിപ്പിച്ചപ്പെട്ടയാൾ. അവർ പുറം ലോകത്തെ അറിയിച്ച വിവരങ്ങളിലൂടെയാണ് ഈ റാഞ്ചലിന്റെ ആദ്യ സൂചനകൾ ലോകത്തിന് ലഭിച്ചത്. ഇന്ധനം നിറച്ച ശേഷം വിമാനം വീണ്ടും പറന്നുയർന്നു. ഇത്തവണ യാത്ര എങ്ങോട്ടാണെന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം നിലനിന്നു. പൈലറ്റുമാർക്ക് പോലും കൃത്യമായ വിവരം നൽകിയിരുന്നില്ല. രാത്രിയുടെ അന്ധകാരത്തിലൂടെ വിമാനം ആഫ്രിക്കൻ വൻകരയുടെ ഹൃദയഭാഗത്തേക്ക് പറന്നു. അവസാനം കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് വിക്ടോറിയ തടാകത്തിന്റെ കരയിലുള്ള ഒരു വിമാനത്താവളത്തിൽ അത് ലാൻഡ് ചെയ്തു. ആ രാജ്യം ഉഗാണ്ടയായിരുന്നു. വിമാനത്താവളം എൻഡബെ അന്താരാഷ്ട്ര വിമാനത്താവളം. സമയം ജൂൺ 28 പുലർച്ചെ 3:15. എന്തുകൊണ്ടാണ് ഉഗാണ്ട? ആ ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഉഗാണ്ടയുടെ അന്നത്തെ ഏകാധിപതിയായ ഇദി അമീൻ. ഇസ്രയേലുമായി കടുത്ത ശത്രുതയിലായിരുന്ന ഇദി അമീൻ ഈ വിമാന റാഞ്ചുകൾക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. പലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ ഒരു വലിയ പിന്തുണക്കാരനായി സ്വയം പ്രഖ്യാപിച്ച അമീൻ ഈ അവസരം ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു മാർഗമായി കണ്ടു. എൻഡബെ വിമാനത്താവളത്തിലെ പഴയ ടെർമിനൽ കെട്ടിടത്തിലേക്ക് യാത്രക്കാരെ മാറ്റി. ആ കെട്ടിടം ഒരു തടവറയായി മാറി. റാഞ്ചുകളുടെ എണ്ണം അപ്പോഴേക്കും 7 വർദ്ധിച്ചിരുന്നു. കൂടുതൽ പലസ്തീൻ തീവ്രവാദികൾ അവരോടൊപ്പം ചേർന്നു. ഉഗാണ്ടൻ സൈനികർ അവർക്ക് കാവൽ നിന്നു. യാത്രക്കാർക്ക് തങ്ങളുടെ ഭിതി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് ഒരു പിടിയുമില്ലായിരുന്നു.
തങ്ങളൊരു സൗഹൃദ രാജ്യത്തല്ല മറിച്ച് ശത്രുരാജ്യത്തിന്റെ സമം ഹൃദയത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. റാഞ്ചികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ലോകത്തെ അറിയിച്ചു. ഇസ്രായേലിന്റെയും മറ്റു 4 രാജ്യങ്ങളുടെയും ജയിലുകളിൽ കഴിയുന്ന 53 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക. അതായിരുന്നു അവരുടെ ആവശ്യം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ 1-ാം തീയതിയോടെ ബന്ദികളെ ഓരോരുത്തരെയായി കൊന്നു തുടങ്ങുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഇസ്രായേൽ ഗവൺമെന്റ് ഒരു വലിയ പ്രതിസന്ധിയിലായി. തീവ്രവാദികളുമായി ചർച്ചകൾക്കില്ല എന്നതായിരുന്നു അവരുടെ എക്കാലത്തെയും നയം. എന്നാൽ ഇവിടെ 100-ലധികം പൗരന്മാരുടെ ജീവൻ അപകടത്തിലായിരുന്നു. ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളും ഇസ്രായേലിനോട് ചർച്ചകൾക്ക് തയ്യാറാകാൻ ഉപദേശിച്ചു. ഒരു സൈനിക നടപടിക്കുള്ള സാധ്യതയെക്കുറിച്ച് ആരും ചിന്തിച്ചതുപോലുമില്ല. കാരണം എൻഡബെ ഇസ്രായേലിൽ നിന്ന് 4000 കിലോമീറ്റർ അകലെയായിരുന്നു. ശത്രുരാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാതെ അവിടെ എത്തുക അസാധ്യമായിരുന്നു. റാഞ്ചികൾ തങ്ങളുടെ സമ്മർദ്ദതന്ത്രത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവർ ബന്ദികളെ 2ആയി തരംതിരിച്ചു. ഇസ്രായേൽ പൗരന്മാരെയും ജൂതമതത്തിൽപ്പെട്ടവരെയും ഒരു ഭാഗത്തും മറ്റുള്ളവരെ മറുഭാഗത്തും നിർത്തി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. നാസി ജർമ്മനിയിൽ ജൂതന്മാരെ വേർതിരിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന ആ നടപടി ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കി. ജൂൺ 30-ന് ഇസ്രായേലുകാരല്ലാത്ത 48 ബന്ദികളെ മോചിപ്പിക്കാൻ റാഞ്ചികൾ തയ്യാറായി. അവരെ ഒരു എയർ ഫ്രാൻസ് വിമാനത്തിൽ പാരീസിലേക്ക് അയച്ചു. തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ പൗരന്മാരല്ലാത്ത 100ഓളം പേരെ കുടിമോചിപ്പിച്ചു. എന്നാൽ എയർ ഫ്രാൻസിന്റെ വിമാന ജീവനക്കാർ ഒരു ധൈര്യമായ നിലപാടെടുത്തു. തങ്ങളുടെ യാത്രക്കാരെ ഉപേക്ഷിച്ചു പോകാൻ അവർ തയ്യാറായില്ല. ക്യാപ്റ്റൻ മൈക്കൽ ബാക്കോ പറഞ്ഞു, "എന്റെ യാത്രക്കാരുടെ ഉത്തരവാദിത്വം എനിക്കാണ്. അവരെല്ലാവരും മോചിപ്പിക്കപ്പെടാതെ ഞാൻ ഈ മണ്ണ് വിട്ടുപോകില്ല." അദ്ദേഹത്തോടൊപ്പം വിമാനത്തിലെ മറ്റു ജീവനക്കാരും തങ്ങാൻ തീരുമാനിച്ചു. ഇതോടെ എൻഡബെയിലെ പഴയ ടെർമിനലിൽ 106 ബന്ദികൾ അവശേഷിച്ചു. അവരിൽ ഭൂവിഭാഗവും ഇസ്രായേൽ പൗരന്മാരായിരുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് എൻഡബെയിലേക്ക് ഉറ്റുനോക്കി. സമയം അതിവേഗം കടന്നുപോകുകയായിരുന്നു. റാഞ്ചികൾ നൽകിയ സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നിനെ അഭിമുഖീകരിക്കുകയായിരുന്നു. കീഴടങ്ങണോ അതോ അസാധ്യമെന്ന് തോന്നുന്ന ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കണോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അവർ. ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലവീവിൽ പ്രധാനമന്ത്രി യിത്സാക് റാബിന്റെ നേതൃത്വത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതായിരുന്നു. തീവ്രവാദികളുമായി ചർച്ചകൾ നടത്തുക എന്നതിനപ്പുറം മറ്റൊരു വഴിയും മുന്നിലുണ്ടായിരുന്നില്ല. പ്രതിരോധ മന്ത്രി ഷിമോൺ പെരസ് ഒഴികെ മറ്റെല്ലാവരും ചർച്ചകളെ അനുകൂലിച്ചു. എന്നാൽ പെരസിന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു: ഒരു സൈനിക നടപടി. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന രഹസ്യനാമത്തിൽ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള സാധ്യതകൾ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും സൈന്യമായ IDF-ഉം ആരായാൻ തുടങ്ങി. പക്ഷെ മുന്നിലുള്ള വെല്ലുവിളികൾ എണ്ണിയാൽ തീരാത്തതായിരുന്നു. ഒന്നാമതായി ദൂരം. ഇസ്രയേലിൽ നിന്ന് എൻഡബെയിലേക്ക് 4000 കിലോമീറ്റർ അധികമുണ്ട്. ഈ ദൂരം നിർത്താതെ പറക്കാൻ ശേഷിയുള്ള സൈനിക വിമാനങ്ങൾ അന്ന് ഇസ്രയേലിന്റെ കൈവശം കുറവായിരുന്നു. ലോക്ഹീഡ് C-13 ഹെർക്കുലിസ് വിമാനങ്ങൾക്ക് ഈ ദൂരം താണ്ടാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിന് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും സൗഹൃദ രാജ്യത്തിറങ്ങി ഇന്ധനം നിറയ്ക്കണം. രണ്ടാമതായി ശത്രുരാജ്യങ്ങളുടെ വ്യോമാതിർത്തി. ഈജിപ്റ്റ്, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിലൂടെ റഡാറുകളുടെ കണ്ണുവെട്ടിച്ചു പറക്കുക എന്നത് അസാധ്യമായിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യം തങ്ങളുടെ വിമാനങ്ങളെ തിരിച്ചറിഞ്ഞാൽ അതൊരു യുദ്ധത്തിലേക്ക് പോലും നയിച്ചേക്കാം. മൂന്നാമതായി എൻഡബെ വിമാനത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവം. പഴയ ടെർമിനൽ കെട്ടിടത്തിന്റെ ഘടന, ബന്ദികളെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, റാഞ്ചികളുടെ എണ്ണം, അവരുടെ ആയുധങ്ങൾ, ഉഗാണ്ടൻ സൈന്യത്തിന്റെ വിന്യാസം, ഇദി അമീന്റെ നീക്കങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ചിത്രം ഇസ്രയേലിന് ഉണ്ടായിരുന്നില്ല. കൃത്യമായ വിവരങ്ങളില്ലാതെ ഒരു സൈനിക നടപടിക്ക് മുതിരുന്നത് ആത്മഹത്യപരമായിരിക്കും. ഈ സമയത്താണ് മൊസാദ് തങ്ങളുടെ ലോകമെമ്പാടുമുള്ള ചാരശൃംഖലയെ ഉണർത്തിയത്. മോചിപ്പിക്കപ്പെട്ട ബന്ദികളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ശ്രമിച്ചു. പാരീസിലെത്തിയ ബന്ദികളെ മൊസാദ് ഏജന്റുമാർ വിശദമായി ചോദ്യം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന്റെ ഉൾവശം, റാഞ്ചികളുടെ പെരുമാറ്റം, അവരുടെ എണ്ണം, ആയുധങ്ങൾ എന്നിവയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു. കെട്ടിടത്തിന്റെ ഒരു ഏകദേശ രൂപരേഖ തയ്യാറാക്കാൻ ഇത് സഹായിച്ചു. കൂടാതെ മറ്റൊരു അപ്രതീക്ഷിത സഹായവും ഇസ്രായേലിന് ലഭിച്ചു. എൻഡബെ വിമാനത്താവളത്തിലെ പഴയ ടെർമിനൽ നിർമ്മിച്ചത് ഒരു ഇസ്രായേലി കമ്പനിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലും ഉഗാണ്ടയും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്ന കാലത്ത് നിർമ്മിച്ചതായിരുന്നു ആ കെട്ടിടം. ആ നിർമ്മാണ കമ്പനിയെ കണ്ടെത്തി കെട്ടിടത്തിന്റെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ് കൈക്കലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു.
അതൊരു നിർണായകമായ ചുവടുവെപ്പായിരുന്നു. കെട്ടിടത്തിന്റെ ഓരോ മുക്കും മൂലയും, വാതിലുകളും ജനലുകളും, എന്തിന് ചുമരുകളുടെ കനം പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനിടയിൽ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ജൂലൈ 1-ാം തീയതി എന്ന ഡെഡ്ലൈൻ അടുത്തെത്തിയപ്പോൾ തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇസ്രായേൽ തത്വത്തിൽ അംഗീകരിച്ചു. ചർച്ചകൾക്കായി കൂടുതൽ സമയം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. റാഞ്ചികൾ വഴങ്ങി. ഡെഡ്ലൈൻ ജൂലൈ 4-ാം തീയതിയിലേക്ക് നീട്ടിക്കൊടുത്തു. ഈ സമയം വിലപേശി വാങ്ങിയത് ഒരു സൈനിക നടപടിക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനായിരുന്നു. ലോകം കരുതിയത് ഇസ്രായേൽ കീഴടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്നാണ്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരുക്കങ്ങൾ കൊടുമ്പിരിക്കൊള്ളുകയായിരുന്നു. സൈനിക നടപടിയുടെ ചുമതല ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഷൊമ്രോണിനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച കമാൻഡോ യൂണിറ്റായ സൈരത്ത് മത്കാൽ പരിശീലനം ആരംഭിച്ചു. ഒരു വിമാനത്താവളത്തിന്റെ മാതൃകയുണ്ടാക്കി ഓരോ സെക്കൻഡും കണക്കുകൂട്ടി അവർ തങ്ങളുടെ പദ്ധതിക്ക് മൂർച്ച കൂട്ടി. പദ്ധതി ഇതായിരുന്നു: 4 C-130 ഹെർക്കുലീസ് വിമാനങ്ങളിലായി 100ഓളം കമാൻഡോകൾ എൻഡബയിലേക്ക് പറക്കും. ചെങ്കടലിന് മുകളിലൂടെ സൗദി അറേബ്യയുടെയും ഈജിപ്തിന്റെയും റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് എത്യോപ്യയുടെയും കെനിയയുടെയും വ്യോമാതിർത്തിയിലൂടെയായിരിക്കും യാത്ര. കെനിയയുമായി ഇസ്രായേലിന് രഹസ്യധാരണയുണ്ടായിരുന്നു. കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിലെ വിമാനത്താവളം അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനും പരിക്കേറ്റവരെ ചികിത്സിക്കാനും വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും കെനിയ രഹസ്യമായി അനുവാദം നൽകി. എൻഡബയിൽ വിമാനമിറങ്ങിയാൽ ആദ്യത്തെ വിമാനത്തിൽ നിന്ന് കമാൻഡോകൾ പുറത്തിറങ്ങും. അവർ സഞ്ചരിക്കുന്നത് കറുത്ത മെഴ്സിഡേസ് കാറുകളിലും ലാൻഡ് റോവറുകളിലുമായിരിക്കും. ഇദി ആമീൻ സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് സമാനമായ വാഹനങ്ങൾ. ഉഗാണ്ടൻ സൈനികരെ കബളിപ്പിച്ച് തങ്ങൾ ഇദി ആമീന്റെ അകമ്പടി സംഘമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. ടെർമിനൽ കെട്ടിടത്തിൽ പ്രവേശിച്ച് മിന്നലാക്രമണത്തിലൂടെ റാഞ്ചികളെ വധിച്ചു ബന്ധികളെ മോചിപ്പിക്കുക. അതിനുശേഷം അവരെ വിമാനങ്ങളിൽ കയറ്റി തിരികെ പറക്കുക. വെറും 90 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കണം. 53 മിനിറ്റ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾക്കും ബാക്കി സമയം യാത്രയ്ക്കും. പദ്ധതിയുടെ ഓരോ ഘട്ടവും കടലാസിൽ എളുപ്പമെന്ന് തോന്നുമെങ്കിലും പ്രായോഗികമായി അതെപ്പോൾ വേണമെങ്കിലും പാളിപ്പോകാവുന്ന ഒന്നായിരുന്നു. ഒരു ചെറിയ പിഴവ് പോലും 100-ലധികം പേരുടെ മരണത്തിൽ കലാശിക്കും. കമാൻഡോ സംഘത്തെ നയിച്ചത് ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെഥന്യാഹു ആയിരുന്നു. പിന്നീട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെഥന്യാഹുവിന്റെ ജ്യേഷ്ഠൻ. സൈരത്ത് മത്ഗാലിന്റെ ഏറ്റവും ധീരനായ കമാൻഡർമാരിൽ ഒരാളായിരുന്നു. ജൂലൈ 3-ാം തീയതി ശനിയാഴ്ച ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്ത് അന്തിമ തീരുമാനമെടുക്കാനുള്ള സമയമായി. മൊസാദ് തലവൻ യിത്സാക് ഹോഫി പ്രധാനമന്ത്രി റാബിനോട് പറഞ്ഞു, നമ്മുടെ പക്കൽ ഇപ്പോൾ ആവശ്യത്തിന് വിവരങ്ങളുണ്ട്. ഓപ്പറേഷൻ വിജയകരമാകാൻ 99% സാധ്യതയുണ്ട്. പക്ഷേ 1% പരാജയ സാധ്യത ഇപ്പോഴുമുണ്ട്. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പ്രധാനമന്ത്രി യിത്സാക് റാബിൻ ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. ഓപ്പറേഷൻ തണ്ടർബോൾട്ടിന് അനുമതി നൽകി. ജൂലൈ 3 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 C-130 ഹെർക്കുലീസ് വിമാനങ്ങൾ ഇസ്രായേലിലെ ഷാം എൽ ഷെയ്ഖ് വ്യോമത്താവളത്തിൽ നിന്ന് രഹസ്യമായി പറന്നുയർന്നു. പുറം ലോകമറിയാതെ ചരിത്രം കുറിക്കാനുള്ള ഒരു യാത്രയ്ക്ക് അവർ തുടക്കം കുറിച്ചു. ആ വിമാനങ്ങളിലുണ്ടായിരുന്നത് 100 കമാൻഡോകൾ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമായിരുന്നു. രാത്രിയുടെ മറവിൽ റഡാറുകളെ വെട്ടിച്ച് ആഫ്രിക്കൻ ആകാശത്തിലൂടെ അവർ പറന്നുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു. എങ്കിലും അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു: എൻഡബെ. ഏകദേശം 7.5 മണിക്കൂർ നീണ്ട സാഹസികമായൊരു പറക്കലിനൊടുവിൽ ഇസ്രായേലി കമാൻഡോകളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ C-130 ഹെർക്കുലീസ് വിമാനം ഉഗാണ്ടയുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചു. സമയം ജൂലൈ 4 രാത്രി 11 മണിക്ക് തൊട്ടുമുൻപ് ഉഗാണ്ടൻ സമയം. എൻഡബെ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ആ വിമാനത്തെ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇസ്രായേലികൾ അതിനുമൊരു വഴി കണ്ടുവച്ചിരുന്നു. തങ്ങൾ ഒരു സാധാരണ സിവിൽ വിമാനമാണെന്നും ലാൻഡിങ്ങിന് അനുമതി നൽകണമെന്നും അവർ അറിയിച്ചു. എൻഡബെയിലെ കൺട്രോൾ ടവറിലുള്ളവർക്ക് മറ്റു നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ ലാൻഡിങ്ങിന് അനുമതി നൽകി. രാത്രി 11 മണിക്ക് 1 മിനിറ്റ് ആദ്യത്തെ ഹെർക്കുലീസ് വിമാനം എൻഡബെയിലെ റൺവേയിൽ ഒരു ശബ്ദവുമുണ്ടാക്കാതെ ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ കാർഗോ ഡോർ തുറക്കുന്നതിനു മുൻപ് തന്നെ അതിന്റെ ചലനം പൂർണ്ണമായി നിലച്ചിരുന്നു. അതിനുള്ളിൽ നിന്ന് ഒരു കറുത്ത മെഴ്സിഡസ് ബെൻസ് കാറും അതിനകമ്പടിയായി 2 ലാൻഡ് റോവറുകളും പുറത്തേക്ക് കുതിച്ചു.
ആ മെഴ്സിഡസ് കാർ ഉഗാണ്ടൻ പ്രസിഡന്റ് ഇദി അമീൻ ഉപയോഗിക്കുന്ന കാറിന്റെ തനിപ്പകർപ്പായിരുന്നു. അതിൽ ഇദി അമീനിന്റെ പതാകയും ഘടിപ്പിച്ചിരുന്നു. അകത്തുള്ള കമാൻഡോകൾ ഉഗാണ്ടൻ സൈനികരുടെ യൂണിഫോം ധരിച്ചിരുന്നു. അവരുടെ ലക്ഷ്യം ബന്ദികളെ പാർപ്പിച്ചിരുന്ന പഴയ ടെർമിനൽ കെട്ടിടമായിരുന്നു. റൺവേയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അവിടേക്ക്. വാഹനങ്ങൾ വേഗത്തിൽ ആ കെട്ടിടത്തെ ലക്ഷ്യമാക്കി നീങ്ങി. പദ്ധതി കൃത്യമായി മുന്നോട്ടു പോകുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ചെറിയ പിഴവ് സംഭവിച്ചു. ടെർമിനൽ കെട്ടിടത്തിന് കാവൽ നിന്നിരുന്ന 2 ഉഗാണ്ടൻ സൈനികർ ആ വാഹനവ്യൂഹത്തെ കണ്ടു. ദൂരെ നിന്ന് അത് ഇദി അമീൻ വരുന്നതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇദി അമീൻ കുറച്ചുകാലം മുൻപ് ഒരു വെളുത്ത മെഴ്സിഡീസിലേക്ക് മാറിയിരുന്നു എന്ന കാര്യം ഇസ്രായേലികൾക്കറിയില്ലായിരുന്നു. സൈനികളിൽ ഒരാൾ തന്റെ റൈഫിൾ ഉയർത്തി വാഹനങ്ങൾക്ക് നേരെ നിൽക്കാൻ ആംഗ്യം കാണിച്ചു. യോനാഥാൻ നെതന്യാഹുവും സംഘവും ആ നിമിഷം ഒരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു. സൈനികരെ വെടിവെച്ചാൽ അത് മറ്റു സൈനികരെ ഉണർത്തും. മിന്നലാക്രമണം എന്ന പദ്ധതി അതോടെ പാളും. വെടിവെച്ചില്ലെങ്കിൽ അവർ തങ്ങളെ തിരിച്ചറിയും. യോനാഥാൻ നെതന്യാഹു തന്റെ കയ്യിലിരുന്ന സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റൽ ഉപയോഗിച്ച് ആ സൈനികരെ നിശബ്ദരാക്കാൻ തീരുമാനിച്ചു. എന്നാൽ കൂടെയുണ്ടായിരുന്ന മറ്റൊരു കമാൻഡോ സൈലൻസർ ഇല്ലാത്ത തോക്കുപയോഗിച്ച് വെടിയുതിർത്തു. ആ വെടിയൊച്ച എൻഡബയുടെ നിശബ്ദതയെ ഭേദിച്ചു. ഇനി ഒളിച്ചുകളിക്ക് സമയമില്ല. മിന്നലാക്രമണത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചാർജ് എന്ന് യോനാഥാൻ നെതന്യാഹു അലറി. കമാൻഡോകൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടി ടെർമിനൽ കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറി. ഹീബ്രു ഭാഷയിലും ഇംഗ്ലീഷിലും അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നിലത്ത് കിടക്കൂ, ഞങ്ങൾ ഇസ്രായേലി സൈനികരാണ്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. ബന്ദികൾ ആദ്യം ഭയന്നു. ഇവർ പുതിയ തീവ്രവാദികളാണോ അതോ ഉഗാണ്ടൻ സൈനികർ തങ്ങളെ കൊല്ലാൻ വന്നതാണോ എന്നവർ സംശയിച്ചു. എന്നാൽ ഇസ്രായേലി സൈന്യമെന്ന് കേട്ടപ്പോൾ പലർക്കും ആശ്വാസമായി. പ്രധാന ഹാളിലേക്ക് കമാൻഡോകൾ കടന്ന നിമിഷം അവിടെയുണ്ടായിരുന്ന റാഞ്ചികൾ അവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി. ഇരുവശത്തുനിന്നും ശക്തമായ വെടിവെപ്പ് നടന്നു. നിമിഷങ്ങൾക്കകം 3 റാഞ്ചികളെ കമാൻഡോകൾ വധിച്ചു. 4ാമത്തെ റാഞ്ചി ഒരു സ്ത്രീയായിരുന്നു. അവർ സ്ത്രീകളുടെ ശുചിമുറിയിലേക്ക് ഓടിയൊളിച്ചു. അവിടെയുണ്ടായിരുന്ന ബന്ദികൾക്ക് നേരെ വെടിവെക്കാൻ ശ്രമിച്ച അവരെയും കമാൻഡോകൾ വധിച്ചു. അതിനിടയിൽ അപ്രതീക്ഷിതമായി മറ്റൊരു റാഞ്ചി അടുത്ത മുറിയിൽ നിന്ന് ഗ്രനേഡ് എറിയാൻ ശ്രമിച്ചു. ഒരു കമാൻഡോയുടെ അവസരോചിതമായ ഇടപെടൽ കാരണം ആ ശ്രമം പരാജയപ്പെട്ടു. വെറും 3 മിനിറ്റിനുള്ളിൽ ടെർമിനലിനുള്ളിലെ എല്ലാ റാഞ്ചികളെയും ഇസ്രായേലി കമാൻഡോകൾ ഇല്ലാതാക്കി. എന്നാൽ ഈ വെടിവെപ്പിനിടയിൽ ദുരന്തവും സംഭവിച്ചു. 3 ബന്ദികൾക്ക് ജീവൻ നഷ്ടമായി. ഒരാൾ ഷാക് മിമോണി കമാൻഡോകളുടെ നിർദ്ദേശം കേട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ റാഞ്ചിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഇസ്രായേലി കമാൻഡോയുടെ വെടിയേറ്റ് മരിച്ചു. മറ്റു 2 പേർ പാസ്കോ കൊഹനും എയ്ഡ ബുറോവിച്ചും റാഞ്ചികളും കമാൻഡോകളും തമ്മിലുള്ള വെടിവെപ്പിനിടയിൽപ്പെട്ടാണ് കൊല്ലപ്പെട്ടത്. ടെർമിനലിന് പുറത്തും കാര്യങ്ങൾ സംഘർഷഭരിതമായിരുന്നു. വെടിയൊച്ച കേട്ടുണർന്ന ഉഗാണ്ടൻ സൈനികർ കൺട്രോൾ ടവറിൽ നിന്നും മറ്റു കെട്ടിടങ്ങളിൽ നിന്നും ഇസ്രായേലി കമാൻഡോകൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഓപ്പറേഷനിലെ ഏറ്റവും വലിയ നഷ്ടം ഇസ്രായേലിന് സംഭവിക്കുന്നത്. കെട്ടിടത്തിന് പുറത്ത് തന്റെ സൈനികർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്ന യോനാഥൻ നെതന്യാഹുവിന് ഉഗാണ്ടൻ സൈനികരുടെ വെടിയേറ്റു. കൺട്രോൾ ടവറിൽ നിന്നുള്ള ഒരു സ്നൈപ്പറിന്റെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചു. ഞാൻ വീണു എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം നിലത്തേക്ക് വീണു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഉടൻ തന്നെ വിമാനത്തിനടുത്തേക്ക് മാറ്റി വൈദ്യസഹായം നൽകാൻ ശ്രമിച്ചു. ഇതിനിടയിൽ മറ്റു കമാൻഡോകൾ ബന്ദികളെ സുരക്ഷിതമായി വിമാനങ്ങളിലേക്ക് മാറ്റാൻ തുടങ്ങി. 2ാമത്തെയും 3ാമത്തെയും ഹെർക്കുലീസ് വിമാനങ്ങൾ അപ്പോഴേക്കും ലാൻഡ് ചെയ്തിരുന്നു. ഒരു സംഘം കമാൻഡോകൾ ഉഗാണ്ടൻ സൈന്യത്തിന്റെ MiG-17 MiG-21 യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് നീങ്ങി. എങ്ങാനും ഇസ്രായേലി വിമാനങ്ങളെ അവർ പിന്തുടർന്നാലോ എന്ന് ഭയന്ന് ആ വിമാനങ്ങളെല്ലാം അവർ സ്ഫോടനത്തിലൂടെ തകർത്തു. ഉഗാണ്ടൻ വ്യോമസേനയുടെ നട്ടല്ലൊടിക്കുന്ന ഒരു നീക്കമായിരുന്നു അത്. ഏകദേശം 53 മിനിറ്റ് നീണ്ടുനിന്ന ആ ഓപ്പറേഷൻ അവസാനിക്കുകയായിരുന്നു. ബന്ദികളെല്ലാവരെയും വിമാനത്തിൽ കയറ്റി പരിക്കേറ്റവരെ പ്രത്യേകമായി സജ്ജീകരിച്ച മെഡിക്കൽ യൂണിറ്റിലേക്ക് മാറ്റി. യോനാഥൻ നെതന്യാഹുവിന്റെ നില ഗുരുതരമായിരുന്നു. വിമാനങ്ങൾ ഓരോന്നായി എൻഡബയിൽ നിന്ന് പറന്നുയരാൻ തുടങ്ങി. അവസാനത്തെ വിമാനം പറന്നുയരുമ്പോൾ സമയം രാത്രി 11:58. എൻഡബയിൽ വന്നിറങ്ങിയിട്ട് വെറും 57 മിനിറ്റ് മാത്രം. ലോക ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയതും ധീരവുമായ രക്ഷാപ്രവർത്തനങ്ങളിലൊന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. വിമാനം കെനിയയിലെ നെയ്റോബിയിലേക്ക് പറന്നു. അവിടെ വെച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കണമായിരുന്നു. ആ യാത്രക്കിടയിലാണ് ഓപ്പറേഷന്റെ നായകനായ 30-കാരനായ യോനാഥൻ നെതന്യാഹു മരണത്തിന് കീഴടങ്ങിയത്. ഓപ്പറേഷൻ തണ്ടർബോൾട്ടിൽ കൊല്ലപ്പെട്ട ഏക ഇസ്രായേലി സൈനികൻ അദ്ദേഹമായിരുന്നു.
തന്റെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ ധീര കമാൻഡറുടെ ഓർമ്മയ്ക്കായി ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരുമാറ്റി ഓപ്പറേഷൻ യോനാഥൻ എന്ന് പുനർനാമകരണം ചെയ്തു. നെയ്റോബിയിൽ നിന്ന് വിജയശ്രീ ലാളിതരായി, എന്നാൽ ഒരു നായകനെ നഷ്ടപ്പെട്ട വേദനയോടെ ആ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് തിരികെ പറന്നു. അവർക്ക് പിന്നിൽ പുകയുന്ന എൻഡബേ വിമാനത്താവളവും ലോകത്തെ ഞെട്ടിച്ച ഒരു രക്ഷാദൗത്യത്തിന്റെ ഓർമ്മകളും ബാക്കിയായി. ജൂലൈ 4 ഞായറാഴ്ച രാവിലെ ഇസ്രായേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളം വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോടെ തിരിച്ചുവരുമെന്ന പ്രതീക്ഷ അസ്തമിച്ച നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. 8 ദിവസത്തെ നരകയാതനയ്ക്ക് ശേഷം മരണത്തിന്റെ വക്കിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെത്തിയ ബന്ധികളെയും വഹിച്ചുകൊണ്ടുള്ള ഹെർക്കുലീസ് വിമാനങ്ങൾ ഓരോന്നായി നിലം തൊട്ടു. വിമാനത്തിന്റെ വാതിലുകൾ തുറന്നപ്പോൾ പുറത്തേക്കൊഴുകിയെത്തിയത് ആനന്ദക്കണ്ണീരിന്റെയും ആശ്വാസത്തിന്റെയും ഒരു പ്രവാഹമായിരുന്നു. ബന്ധുക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇസ്രായേൽ എന്ന രാജ്യം ഒന്നടങ്കം ആ വിജയം ആഘോഷിച്ചു. അസാധ്യമെന്ന ലോകം വിധിയെഴുതിയ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ തങ്ങളുടെ സൈന്യത്തെ ഓർത്ത് അവർ അഭിമാനിച്ചു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഒരു ദുഃഖം തളം കെട്ടിനിന്നു. ഓപ്പറേഷന് നേതൃത്വം നൽകിയ യോനാഥൻ നെതന്യാഹുവിന്റെ ചേതനയേറ്റ ശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകം വിമാനത്തിൽ നിന്ന് പുറത്തേക്കിറക്കിയപ്പോൾ ആഹ്ലാദാരവങ്ങൾ നിശബ്ദമായി. ഒരു രാജ്യത്തിന് വിജയത്തിന് ഒരു വീരപുത്രന്റെ ജീവൻ വിലയായി നൽകേണ്ടി വന്നു. ഓപ്പറേഷൻ യോനാഥൻ ലോകമെമ്പാടും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഇസ്രായേലിനെ പല ലോകരാജ്യങ്ങളും പ്രശംസിച്ചു. ഒരു രാജ്യത്തിന് അതിന്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്കു വേണ്ടി ഏതറ്റം വരെയും പോകാം എന്നതിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നു അത്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ധീരതയെ വാഴ്ത്തി. എന്നാൽ എല്ലാവരും ആ നീക്കത്തെ സ്വാഗതം ചെയ്തില്ല. ഉഗാണ്ടയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് പല ആഫ്രിക്കൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. ഇസ്രയേൽ തങ്ങളുടെ നടപടിയെ ന്യായീകരിച്ചു. തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതിരുന്നതുകൊണ്ടാണ് ഇത്തരമൊരു നടപടിക്ക് മുതിർന്നതെന്നും ഇത് ഭീകരതയ്ക്കെതിരായ ഒരു പ്രതിരോധമായിരുന്നുവെന്നും ഇസ്രയേൽ വാദിച്ചു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേലിനെതിരായ പ്രമേയം പാസാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു. ഓപ്പറേഷന്റെ പ്രത്യാഘാതങ്ങൾ ഉഗാണ്ടയിലും വലുതായിരുന്നു. ഇദി അമീൻ കടുത്ത അപമാനഭാരത്തിലായി. ലോകത്തിനു മുന്നിൽ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ ശ്രമിച്ച അദ്ദേഹം പരിഹാസ്യനായി. ഇതിന്റെ ദേഷ്യം അദ്ദേഹം തീർത്തത് നിരപരാധികളോടായിരുന്നു. എൻഡബേയിൽ ബന്ധിയാക്കപ്പെട്ടിരുന്ന 75-കാരിയായ ഡോറ ബ്ലോക്ക് എന്ന ഇസ്രയേലി ബ്രിട്ടീഷ് പൗരയെ ഓർക്കുന്നുണ്ടോ? ഓപ്പറേഷന് തൊട്ടുമുൻപുള്ള ദിവസം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതിന്റെ തുടർന്ന് അവരെ കമ്പാലയിലെ മുലാഗോ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കമാൻഡോകൾ എത്തിയപ്പോൾ അവർ ആശുപത്രിയിലായിരുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓപ്പറേഷന്റെ പരാജയത്തിലുള്ള രോഷം മൂലം ഇദി അമീന്റെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന്റെ 2 സൈനിക ഉദ്യോഗസ്ഥർ ഡോറ ബ്ലോക്കിനെ ആശുപത്രി കിടക്കയിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തി. അവരുടെ മൃതദേഹം പിന്നീട് വർഷങ്ങൾക്കു ശേഷമാണ് കണ്ടെത്താനായത്. കൂടാതെ ഓപ്പറേഷന് ഇസ്രായേലിനെ രഹസ്യമായി സഹായിച്ചുവെന്ന് സംശയിച്ച നൂറുകണക്കിന് കെനിയക്കാരെ ഉഗാണ്ടൻ സൈന്യം വധിച്ചു. കെനിയയുമായുള്ള ഉഗാണ്ടയുടെ നയതന്ത്ര ബന്ധം പൂർണ്ണമായി തകർന്നു. ഇദി അമീന്റെ ക്രൂരമായ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിലും ഈ സംഭവം ഒരു പങ്കുവഹിച്ചു. സ്വന്തം സൈന്യത്തിന് മുന്നിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അമീന്റെ ഭരണം 1979-ൽ ടാൻസാനിയൻ സൈന്യത്തിന്റെയും ഉഗാണ്ടൻ വിമതരുടെയും ആക്രമണത്തിൽ അവസാനിച്ചു. ഓപ്പറേഷൻ യോനാഥൻ സൈനിക ചരിത്രത്തിലെ ഒരു പാഠപുസ്തകമായി മാറി. ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തി, കൃത്യമായ ആസൂത്രണം, ധൈര്യമായ നിർവഹണം, രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് എന്നിവയെല്ലാം ഒത്തുചേർന്നാൽ അസാധ്യമായ ദൗത്യങ്ങൾ പോലും എങ്ങനെ സാധ്യമാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള സ്പെഷ്യൽ ഫോഴ്സുകൾ ഇന്നും ഈ ഓപ്പറേഷനെക്കുറിച്ച് പഠിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം എൻഡബേയിലെ ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പല ചിത്രങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത്. മരണത്തെ മുഖാമുഖം കണ്ട ബന്ധികളുടെ ഭയം, തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി അവരെ രക്ഷിക്കാനെത്തിയ കമാൻഡോകളുടെ ധൈര്യത, ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥന, പിന്നെ ആ ദൗത്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച യോനാഥൻ നെതന്യാഹു എന്ന യുവ കമാൻഡറുടെ മുഖം. ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമുടക്കില്ലെന്ന സന്ദേശം ലോകത്തിന് നൽകിയ ആ ഓപ്പറേഷൻ ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. പരിപക്ഷേ അതിലുപരി മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിന്റെയും പ്രതീക്ഷ കൈവിടാതിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും അവർക്കു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു രാജ്യത്തിന്റെയും കഥയാണ് ഓപ്പറേഷൻ യോനാഥൻ.
ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മാഞ്ഞു പോകാത്ത ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ചരിത്രയാത്രയുമായി വീണ്ടും കാണാം. നമസ്കാരം.